NGO യൂണിയൻ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗമായ ശ്രീമതി ഷംജു BK തൻ്റെ പ്രസംഗത്തിൽ ഹിന്ദുക്കളുടെ ആരാധനാമൂർത്തിയായ കൃഷ്ണ ഭഗവാനെ അവഹേളിച്ചു സംസാരിക്കുകയുണ്ടായി. അതായത് പാളയം ജംഗ്ഷനിൽ പണ്ട് കൃഷ്ണനും യേശുക്രിസ്തുവും നബിയും ഗോലി കളിച്ചപ്പോൾ നബി ജയിച്ചുവെന്നും അത് കാരണം തോറ്റ കൃഷ്ണനോടും ക്രിസ്തുവിനോടും മുട്ടുവയ്ക്കാൻ, അത് സാധാരണഗതിയിൽ നമുക്കറിയാവുന്നതാണ്, ഗോലികളിൽ തോൽക്കുന്ന ആളിൻ്റെ കൈമുട്ടിൽ ജയിച്ചയാൾ ഗോലി കൊണ്ട് അടിക്കുന്ന ശിക്ഷാരീതിയാണ്. അങ്ങനെ ആ കളിയിൽ നബി ജയിച്ചപ്പോൾ ആ ശിക്ഷാരീതിയുടെ ഭാഗമായി കൃഷ്ണനോട് മുട്ടുവയ്ക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ കൃഷ്ണൻ മുണ്ടുപൊക്കി കാണിച്ചു എന്നായിരുന്നു ആദ്യ പരാമർശം. അതിനുശേഷം ഈ കൃഷ്ണൻ മുണ്ടുപൊക്കി കാണിച്ചപ്പോൾ കെട്ടിടത്തിൻ്റെ മുകളിൽ ഓടിക്കയറിയ യേശുക്രിസ്തു മുണ്ടുപൊക്കല്ലേ എന്ന് കൈ രണ്ടും വിരിച്ച് ആവശ്യപ്പെട്ട് നിൽക്കുന്ന നിൽപ്പാണ് പാളയം പള്ളിക്ക് മുകളിൽ കാണുന്ന ക്രിസ്തു രൂപം എന്ന് പറഞ്ഞായിരുന്നു അധിക്ഷേപം. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു അധിക്ഷേപം, പ്രത്യേകിച്ച് അധിക്ഷേപം എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നതിനുള്ള ഉപരി മതനിന്ദ എന്ന വാക്കിനുപരി ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥർ ഏതെങ്കിലും സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു പ്രസംഗത്തിൽ പറയുന്നത് അതൊരു മതത്തെ പൂർണ്ണമായും അവഹേളിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്.